राधिके शरण्ये त्र्यम्बके गौरी नारायणि नमोस्तुते. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2025 മാർച്ച് 13 വ്യാഴാഴ്ച അടുപ്പുവെട്ട് രാവിലെ 10:15 പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 1:15. 10 നാൾ നീണ്ടു നിൽക്കുന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ചരിത്രപ്രസിദ്ധമാണ്. കുംഭമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് ദേവീ ചൈതന്യത്തെ ആവാഹിച്ച് കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമാകും. വിശേഷാൽ പൂജകൾക്ക് ശേഷം 2 കാപ്പുകളിൽ ഒന്ന് ദേവിയുടെ ഉടവാളിലും മറ്റൊന്ന് ക്ഷേത്ര മേൽശാന്തിയുടെ കയ്യിലും കെട്ടും. ഇതോടെ അദ്ദേഹം പുറപ്പെടാ ശാന്തിയാണ്. പിന്നീട് 10ാം ദിവസം ദേവി പുറത്തേക്ക് എഴുന്നള്ളുന്നതുവരെ അദ്ദേഹം ക്ഷേത്രം വിട്ട് പുറത്തു പോകാൻ പാടില്ല എന്നുള്ളതാണ് ആചാരം. ഇതോടൊപ്പം ക്ഷേത്രത്തിന് മുന്നിലെ പച്ചപ്പന്തലിൽ തോറ്റംപാട്ട് ആരംഭിക്കും. ഈ 10 ദിവസവും തോറ്റംപാട്ടിലൂടെയാണ്, കണ്ണകി ചരിതം തോറ്റംപാട്ടിലൂടെയാണ് ഓരോ ചടങ്ങുകളും നടക്കുന്നത്. കൊടുങ്ങല്ലൂർ അമ്മയെ പാടി ആവാഹിച്ച് ഇവിടെ കുടിയിരുത്തുകയാണ്, കാപ്പുകെട്ടി കുടിയിരുത്തുകയാണ്. അങ്ങനെയാണ് ഈ ഉത്സവത്തിൻ്റെ ആദ്യ ചടങ്ങ്. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2025 മാർച്ച് 13 വ്യാഴാഴ്ച അടുപ്പുവെട്ട് രാവിലെ 10:15 പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 1:15. കൊടുങ്ങല്ലൂർ ദേവിയുടെ ചൈതന്യം ആവാഹിച്ച് ക്ഷേത്രത്തിൽ എത്തിക്കുകയാണ് ആദ്യത്തെ ചടങ്ങായിട്ട് നടക്കുന്നത്. ദേവിയുടെ ചൈതന്യം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെയാണ് കാപ്പുകെട്ട് ചടങ്ങുകൾ നടക്കുന്നത്. പഞ്ചലോഹം കൊണ്ട് നിർമ്മിച്ച 2 കാപ്പ്, 2 മോതിര വളയത്തിനെയാണ് ഈ കാപ്പ് എന്ന് പറയുന്നത്. മോതിര വളയങ്ങൾ അത് കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ചരട്, പുറത്തിനാര് കൊണ്ടുണ്ടാക്കിയ ചരടാണ് ഉപയോഗിക്കുന്നത്. പുറത്തിനാരെടുത്ത് പിരിച്ച് പച്ച മഞ്ഞൾ ചേർത്ത് മുറുക്കി എടുക്കുന്ന ചരട് കൊണ്ടാണ് ഈ മോതിരങ്ങൾ കെട്ടുന്നത്. ഈ കാപ്പ്, ഇതിനെയാണ് കാപ്പ് എന്ന് പറയുന്നത്. ഈ കാപ്പ് ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട്, മേൽശാന്തി ശ്രീ വി മുരളീധരൻ അവരുടെ കയ്യിൽ കെട്ടിക്കൊടുക്കുകയും അതേസമയം തന്നെ മേൽശാന്തി ഒരു കാപ്പ് ദേവിയുടെ ഉടവാളിലും കെട്ടും. ഇതേ സമയം തന്നെ കീഴ്ശാന്തിമാർ കസവ് സാരി നുറുക്കിയിട്ട് തേച്ചെടുത്ത് ദേവിയുടെ വിഗ്രഹത്തിന് മുകളിൽ പ്രഭയിൽ നിവർത്തി വയ്ക്കുക എന്നുള്ള ചടങ്ങുണ്ട്. ഇതിനെ തിരുഉടയാട എന്നാണ് ഇതിനെ പറയുന്നത്. ഈ കർമ്മം കീഴ്ശാന്തിമാരാണ് നടത്തുന്നത്. ഈ 3 ചടങ്ങുകളും, അതായത് കാപ്പ് കെട്ടുന്ന 2 ഈ ഉടയാട വയ്ക്കുന്നതും 3 ചടങ്ങുകളും ഒരേ സമയത്ത് നടത്തി ദീപാരാധന കഴിഞ്ഞ് ഇതോടെ പാടി കാപ്പുകെട്ടി കുടിയിരുത്ത് ചടങ്ങ് പൂർണ്ണമായും നടന്ന് കഴിയുന്നതാണ്. ഓരോ ദിവസവും പാടുന്ന ചിലപ്പതികാരത്തിലെ കണ്ണകി ചരിതത്തിലെ കഥാഭാഗം അതാത് ഉത്സവ ദിവസത്തെ ക്ഷേത്ര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടതാണ്. പാതിവ്രത്യത്തിൻ്റെ കഥയാണ് കണ്ണകി ചരിതം. രാജപ്രതാപങ്ങളെയും രാജനീതികളെയും കുടിലതന്ത്രങ്ങളെയും ഒറ്റയ്ക്ക് വെല്ലുവിളിക്കുന്ന സ്ത്രീത്വത്തിൻ്റെ പ്രതീകമാണ് കണ്ണകി. ഈ കഥകളാണ് തോറ്റംപാട്ടുകാർ പച്ചപ്പന്തലിലിരുന്ന് ഇലത്താളം കൊട്ടി പാടുന്നത്. ഉത്സവത്തിൻ്റെ ആദ്യ ദിനം ദേവിയെ പാടിക്കുടിയിരുത്തി കഥ തുടങ്ങുന്നു. 2ാം ദിനം ദേവിയുടെ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ചും 3ാം നാൾ കോവലനും ദേവിയുമായുള്ള വിവാഹ വർണ്ണനയും പാടുന്നു. ഈ ഭാഗം മാലപ്പുറം പാട്ട് എന്നറിയപ്പെടുന്നു. നിത്യവൃത്തിക്കായി കോവലൻ ദേവിയുടെ നിർബന്ധത്തിന് വഴങ്ങി ചിലമ്പ് വിൽക്കുവാൻ പോകുന്ന കഥയാണ് ഉത്സവത്തിൻ്റെ 4ാം നാൾ പറയുന്നത്. ചിലമ്പ് വിൽക്കുവാനായി മധുരനഗരിയിലെത്തിയ കോവലനെ സ്വർണ്ണപ്പണിക്കാരൻ മോഷണക്കുറ്റം ചുമത്തി പാണ്ഡ്യരാജാവിൻ്റെ സദസ്സിലെത്തിക്കുന്ന കഥാഭാഗമാണ് 5ാം ഉത്സവ ദിവസം വായിക്കുന്നത്. മോഷണക്കുറ്റം ചുമത്തി പാണ്ഡ്യരാജാവ് കോവലനെ വധിക്കുന്ന ഭാഗം 6ാം ഉത്സവ ദിവസവും കോവലൻ്റെ മരണവാർത്ത അറിഞ്ഞ ദേവി പരമശിവനിൽ നിന്നും വരം വാങ്ങി കോവലനെ പുനർജീവിപ്പിച്ച ഭാഗം 7ാം ഉത്സവ ദിവസവും വായിക്കുന്നു.
ദുഃഖസൂചകമായി അന്നേ ദിവസം ക്ഷേത്രനട രാവിലെ വൈകിയായിരിക്കും തുറക്കുക. കോപാകുലയായ ദേവി തൻ്റെ ഭർത്താവിനെ ചതിച്ച സ്വർണ്ണപ്പണിക്കാരനെ വധിക്കുന്ന ഭാഗമാണ് 8ാം ഉത്സവ ദിവസം വായിക്കുന്നത്. 9ാം ഉത്സവ ദിവസം രൗദ്രഭാവം പൂണ്ട ദേവി പാണ്ഡ്യരാജാവിനെ വധിച്ച് മധുരനഗരം ചുട്ടരിക്കുകയും വിജയശ്രീലാളിതയായി വരുന്ന ദേവിയെ ഭക്തജനങ്ങൾ പൊങ്കാലയിട്ട് സ്വീകരിക്കുന്നതുമായ ഭാഗം വായിക്കുന്നതോടെയാണ് വിശ്വപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തിരിതെളിയുന്നത്. शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोस्तुते. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2025 മാർച്ച് 13 വ്യാഴാഴ്ച അടുപ്പുവിട്ട് രാവിലെ 10:15 പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 1:15.